ഹലോ ഗൈസ്, പാമ്പ് കടിയേറ്റ് എന്നുള്ള ന്യൂസ് നമ്മൾ ഇപ്പോൾ ഈയിടെയായിട്ട് കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആയിഷ 2 ദിവസം മുമ്പ് അവൾക്കും പാമ്പ് കടിച്ചിന്. പാമ്പ് കടിച്ച് മീൻസ് അവൾ ഇങ്ങനെ തോട്ടത്തിൽ വെള്ളം നനയ്ക്കുകയായിരുന്നു. ആ ടൈമിൽ കാലിലേക്ക് കടിച്ചതാണ് 2 പാമ്പ്. അല്ല 2 പാമ്പ് സോറി 2 കടി അങ്ങനെ സോറി ഒരു പാമ്പ് 2 കടി കടിച്ചു. അപ്പോൾ അതിൽ നമുക്ക് കുറേ എന്തെല്ലോ പറയാനുണ്ട് അതിനെ പറ്റി. കാരണം ഇപ്പോൾ ഒരേ ഒരു പാമ്പ് 2 പ്രാവശ്യം കടിച്ചെങ്കിൽ കൊത്തിയ ഇറക്കിയ വിഷം തിരിച്ചെടുത്തു എന്നാണ് 2 പ്രാവശ്യം കടിച്ചാലുള്ള പറയുന്നത്. എന്തേലും അങ്ങനെയാണ് പറയുന്നത് പൊതുവെ. അപ്പോൾ അത് അങ്ങനെയാണോന്ന് അറിയില്ല. ഇപ്പോഴും ഇവള് ജീവിച്ചിരിപ്പുണ്ട്. അല്ല, സിമ്പിളായിട്ട് കാണുന്നതല്ല കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് എല്ലാവരും സൂക്ഷിക്കണം. ഇതാ ഈ വാടെ സ്ഥലം കാണിച്ചു വിടറാ. അവിടെ വെള്ളം നനയ്ക്കുന്ന സമയത്തായിരുന്നു ഈ പാമ്പിന്റെ കടിയേൽക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്. അപ്പോൾ ആൻറ്റി വെനം അതായത് ഇതിന് പാമ്പിന് മരുന്ന് പാമ്പ് കടിയേറ്റാനുള്ള ചികിത്സക്കുള്ള ഹോസ്പിറ്റൽ കുറേ എടുത്തില്ല. അതുകൊണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിച്ച് കുറേ കറങ്ങിയിട്ട് 1 ദിവസം അഡ്മിറ്റായി. കുറേ എത്ര ഇഞ്ചക്ഷൻ വെച്ച് ടോട്ടല് മൈക്കോളോൾക്ക് മൈക്കിൻ്റെ കൊടുക്കാം എത്ര ഇഞ്ചക്ഷൻ വെച്ച് ചോര കിട്ടാത്തോണ്ട് 18 എണ്ണം വെച്ചിട്ടുണ്ടോ. സാധാരണ ഇല്ലേ പാമ്പ് കടിച്ചെങ്കിൽ ആരും മരിക്കല്ല, പേടിച്ചിട്ടാണ് മരിക്കല്. നോർമലി അങ്ങനെ ഒരു ചെലുത്തുണ്ട്. അപ്പോൾ പാമ്പ് കടിച്ചാൽ ആരും പേടിക്കരുത്. കാരണം ഇപ്പോൾ അല്ലേ ഇപ്പോൾ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ പാമ്പ് കടിച്ചാൽ ആരും പേടിക്കരുത്. അങ്ങനെ പേടിച്ചാൽ നമ്മൾ ഫുള്ള് എന്താ പറയുക നെർവസ് ആവും. അപ്പോൾ നമുക്ക് കൂടുതൽ BP ഇതാവും. നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് പേടിക്കരുത് ആരും. പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തിക്കുക. അങ്ങനെയുള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കെയർ ആക്കിയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളിലൊന്നും കളിക്കരുത്. പിന്നെ ഇപ്പോൾ ചൂട് കാലമായതുകൊണ്ട് വീട്ടിനകത്തും കക്കൂസിലും മൊത്തത്തിൽ ഇപ്പോൾ പാമ്പാണ്. അപ്പോൾ അതും സൂക്ഷിക്കണം. കിടക്കുന്നതിന് മുമ്പായാലും എങ്ങനെയായാലും വീട്ടിനകത്ത് കയറിയാലും മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എല്ലാം ഒന്ന് നോക്കിയിട്ട് തന്നെ കെയർ ആക്കിയിട്ട് തന്നെ ഇതാക്കണം. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇനി വെള്ളം അടിക്കാൻ പോകരുത്. വെള്ളം അടിക്കാനല്ല, തോട്ടത്തിൽ വെള്ളം നനയ്ക്കാൻ പോകരുതെന്നാണ് ഉദ്ദേശം. അപ്പോൾ എല്ലാവരും കെയർ ആക്കണം. ഞാനിത് സിമ്പിളായിട്ട് ഫണ്ണായിട്ട് പറഞ്ഞത് മാത്രമോ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. പാമ്പ് കടിച്ചിട്ട് രക്ഷപ്പെട്ടാണ്. ഏത് പാമ്പ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ലല്ലേ. ഉള്ളതെന്ന് പറയുന്നത് അതായത് നീർക്കോലി എന്തിനാ പറയല് എന്തോ അത് ഈ വെള്ളത്തിൽ തന്നെ കാണുന്ന ഉള്ള പാമ്പ് എന്നല്ല പറയുന്നത്. അപ്പോൾ അത് കടിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണെങ്കിൽ വിഷമില്ല. ചില ആൾക്കാർ പറയുന്ന ഉള്ള കടിച്ചാൽ മരിക്കുമെന്ന്, ചില ആൾക്കാർ പറയുന്ന ഉള്ള കടിച്ച് അതിജീവിച്ചാൽ ഭയങ്കര ഭാഗ്യമാണെന്ന്. എന്തായാലും ഇപ്പോൾ അതിജീവിച്ചിട്ടുണ്ട്. ഭാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അന്ന് എന്നെ ഉള്ള കടിച്ചിരുന്നു, അതാണ് കാരണമെന്ന്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊരു അവയർനെസ് ആയിട്ട് കാണാം. അതായത് എന്ത് പറയുന്നതാണ് അതിന് സൂക്ഷിക്കുക. ഇങ്ങനെ ഈ ഒരു ചൂട് കാലമായതുകൊണ്ട് ഇപ്പൊ പേടി വേണ്ട, ജാഗ്രത മതിയല്ലേ. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ജാഗ്രതയോടെ ഇരിക്കുക. കാരണം ചൂട് കാലമാണ്, നമുക്കേ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതേപോലെയാണ് ഈ മൃഗങ്ങളും ജന്തുക്കളൊക്കെ. നമുക്കിപ്പോൾ റോട്ടിൽ തന്നെ ചൂട് ടൈമിൽ നമ്മൾ റോട്ടിൽ കൈ വെച്ച് നോക്കിയല്ല, അതേ ടൈമിലാണ് ഈ പാമ്പ് എഴിഞ്ഞു പോകുന്നത് ഇതേ റോട്ടിൽ. അപ്പോൾ ഓംപ്ലെറ്റ് ആവേണ്ട അതുപോലത്തെ സാഹചര്യമാണ്. അപ്പോൾ എന്തായാലും സൂക്ഷിക്കുക. ചൂട് നമുക്ക് മാത്രമല്ല, ഇതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇഴജന്തുക്കൾക്കൊക്കെ ചൂട് ഭയങ്കര കൂടുമ്പോൾ ഇതേപോലെ പുറത്തൊക്കെ ഇറങ്ങി നടക്കും. അപ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ ഇതൊരു ഫണ്ണായിട്ട് എടുക്കരുത്. ഞാൻ പിന്നെ പറയുന്നത് സീരിയസ് ആക്കേണ്ട കാര്യമാണ്. പക്ഷെ നമ്മളിത് ഫണ്ണായിട്ട് എടുത്തു എന്നുള്ളത് ഇപ്പോൾ ഓക്കെയാണ്, ഹെൽത്ത് ഓക്കെയാണ്. പാമ്പ് കടിച്ചു എന്നുള്ള കാരണത്തിൽ കുറേ ആൾക്കാർ ഫ്രൂട്ടും കുറേ ഹോസ്പിറ്റലിലേക്ക് കാണാൻ കുറേ ഫുഡൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അതെ അങ്ങനെ ഫുഡൊക്കെ തിന്ന് ഉഷാറായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇതുപോലെ സൂക്ഷിക്കണം. ഇതൊരു ഫണ്ണായിട്ട് എടുക്കരുത്, സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. പാമ്പ് കടിക്കുന്ന ആ ഒരു ടൈം ഉണ്ടതിനേക്കാൾ 2 കിലോ ഇപ്പൊ കൂടി. അപ്പൊ ആരും പേടിക്കരുത്, ജാഗ്രതയോടെ ഇരിക്കുക. പാമ്പിനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മള് പാമ്പിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് പൂച്ച സാറിനെ വീട്ടിൽ വളർത്തുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ എന്തായാലും ഒരുപാട് നന്ദി, വലിയ ഉപകാരം. അതല്ലേ നിന്നോട് പറയുന്നത്. നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ.